ഇടതുഭരണം കേരളത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സഖാക്കളല്ല, ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ കാണാം. ഈ എം.വി. ഗോവിന്ദനൊക്കെ എല്ലാം അദ്ദേഹത്തിന് പിന്നിലാണ്. കാരണം മുഖ്യമന്ത്രിയെ പോലെ നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ പിണറായി വിജയൻ പാവമാണ്, ശുദ്ധനാണ് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പതിവ് വേട്ടമൃഗമായ ലീഗിനെയും തരം താഴ്ത്തി ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വെള്ളാപ്പള്ളിക്ക് ഈ എക്സിറ്റ് പോളുകൾ വല്ലാതെ കൊള്ളുന്നത്? വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും അടുത്ത നൻപൻ എന്ന് പറയുന്നത് നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സാക്ഷാൽ സഖാവ് പിണറായി വിജയനാണ്. ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഘം വിളിച്ചിട്ട് ഏറ്റവും വലിയ നൻപൻ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്തനും വിശ്വാസിയുമാണ് സഖാവ് പിണറായി വിജയൻ. ഇത്രയും നല്ല മനസ്സുള്ള വേറെ ആരുമില്ല. അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. പിണറായി വിജയനെ പോലെ നല്ല മനസ്സുള്ള വേറെ ആരുമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആദ്യം കൊള്ളിക്കാൻ നോക്കുന്നത് മുസ്ലിം ലീഗിനെതിരെയാണ്. മുസ്ലിം ലീഗിനെതിരെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു അല്ല ഇത്. എനിക്ക് തോന്നുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുസ്ലിം ലീഗിനെ നന്നായിട്ട് കടുത്ത വിമർശനം മുസ്ലിം ലീഗിനെതിരെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതലും മുസ്ലിം ലീഗിനാണ് പ്രാതിനിധ്യമുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ അതൊരു മതഭരണമാകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത്. അതായത് ജനാധിപത്യമല്ല, മറിച്ച് മതാധിപത്യമാണ് നടക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ പരാമർശം പറയുന്നത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു അത്രേ. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ മുസ്ലിം ലീഗ് ആരുമല്ല. മുസ്ലിം ലീഗ് അത് കോൺഗ്രസ് ആണ് പറയേണ്ടത് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. അത് മുസ്ലിം ലീഗ് പറയണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, അത് കോൺഗ്രസ് തീരുമാനിക്കും, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി. പക്ഷേ അത് മുസ്ലിം ലീഗ് UDF-ന്റെ ഒരു ഘടകകക്ഷിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ മറക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയാൻ ആരുമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരു മതനേതാവാണ്. എന്തുകൊണ്ടാണ് മതനേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നത് വലിയൊരു ചോദ്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ആദ്യം നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം പോകുന്നൊരു സാഹചര്യം, എല്ലാം നശിക്കുന്നൊരു സാഹചര്യം കണ്ടു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയനെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതലും സംരക്ഷിച്ച് നിർത്തി ഒരു കേസ് പോലും തൻ്റെ നന്മയുടെ നേർക്ക് വരരുത് എന്നാഗ്രഹിച്ച ഉറ്റ നല്ലവനായിട്ടുള്ള സുഹൃത്ത്. അതെ, ഈ എം.വി. ഗോവിന്ദനും AK ബാലനും അതുപോലെ ടി.പി. രാമകൃഷ്ണനും എല്ലാം ഈ വെള്ളാപ്പള്ളിയേക്കാൾ ഒരു പടി പിറകിലാണ്. അതെ, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നൻപനാണ് ഏറ്റവും വലുത്. അല്ല, നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടതാണ് സ്റ്റേറ്റ് കാറിൽ, അതായത് 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് വേദിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വെള്ളാപ്പള്ളി നടേശൻ നമ്മളെല്ലാം കണ്ടതാണ്. അതുമാത്രമല്ല, ഈ ലീഗ് അധികാരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നുള്ളൊരു പരാമർശവും വെള്ളാപ്പള്ളി നടേശൻ നടത്തി. ശരിക്കും ആരാണ് ഈ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്നത് അല്ലെങ്കിൽ വർഗീയ വിദ്വേഷത്തിന് കോപ്പ് കൂട്ടുന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകളും അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധാത്മകമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പം മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് കൂടുതൽ, മുസ്ലിങ്ങൾ മറ്റുള്ള ജാതിക്കാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ആ നാട്ടിലെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് നോക്കുന്നത്, ആ ജനങ്ങളുടെ ഇടയിലേക്ക്. ഇപ്പോൾ അവരുടെ പ്രദേശത്ത് വിഷയങ്ങളൊന്നുമില്ലെങ്കിലും വേറെ പ്രദേശത്ത് ഈ വിഷയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് അത്തരത്തിൽ സ്പർദ്ധ കുത്തിവെച്ച് ഒരു മുസ്ലിം ഹിന്ദു കലാപം ഉണ്ടാക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കലാപാഹ്വാനങ്ങളുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ശിവഗിരിയിൽ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറെ ചീത്ത വിളിക്കുന്ന, നാക്ക് കടിച്ച് പേടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒരു ഈരാറ്റുപേട്ടയിലെ തീവ്രവാദി എന്നാണ് ആ ഒരു റിപ്പോർട്ടറെ ഈ വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത്. അതായത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരുകൾ കണ്ടാൽ തന്നെ പറയില്ലേ തീവ്രവാദിയാണെന്ന് എന്ന ഒരു നിലപാടിലേക്ക് ഈ ഒരു മതാധ്യക്ഷൻ എത്തി എന്നുള്ളതാണ് മറ്റൊരു പരിതാപകരമായുള്ള അവസ്ഥ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് UDF-ന് LDF-ന് ഈ മലബാർ മേഖല പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഈ മലബാർ മേഖലയിൽ വലിയ മുന്നേറ്റം UDF കാഴ്ചവെക്കുമെന്നിരിക്കെ LDFന് എന്തെങ്കിലും തൻ്റെ നൻപൻ തന്നെ ഇത്രയേറെ സ്നേഹിക്കുകയല്ലേ, ഒരു കേസ് പോലും തൻ്റെ നേർക്ക് വരാതെ തന്നെ താഴ്ത്തും മേലെയും വെക്കാതെ നൻപൻ സ്വന്തം വണ്ടിയിൽ തോളിൽ കൈയിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പൊ നൻപന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ നൻപന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഇപ്പോഴും അദ്ദേഹം എന്തിനാണ് VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മുസ്ലിം ലീഗ് അത് ചോദിക്കാൻ ആരാണ് എന്ന് പറഞ്ഞ് അടിച്ചിടുന്നത് എന്തിനാണ്? അവിടെ അതിനകത്തൊരു സംഘർഷം ഉണ്ടാകണം, എന്നാലേ നൻപരെ ഒരു സഹായമാകുകയുള്ളൂ. ആ ഒരു പറഞ്ഞ ഒരു സംഭവം അതിലേക്ക് വരണം. അതെ, അത് മാത്രമല്ല ഭൂരിപക്ഷം കുറഞ്ഞാലും വേണ്ടിയില്ല, LDF തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ LDF അധികാരത്തിൽ വന്നാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ കേസ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ജയിലിൽ പോകാത്തത്? ഇത്രയും വിഷയങ്ങൾ വന്നിട്ട് ഇപ്പോൾ SNDPയുമായി ബന്ധപ്പെട്ട് ഈ പണമിടപാടുകൾ, ഈ പണമിടപാടുകളുടെ ഇത്രയും വലിയ വിഷയങ്ങൾ വന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോകാത്തത്? നൻപണ്ട അത് ഒരു നൻപൻ മാത്രമല്ല, കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു നൻപനുണ്ട്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തിട്ടുള്ള ഒരു നൻപൻ വേറെയുണ്ട്. അപ്പം നൻപന്മാർ ഒരുപാടുണ്ട്. ഈ നൻപന്മാരെല്ലാം ഉണ്ടായതുകൊണ്ടാണ് ദേശീയ തലത്തിലുള്ള കേസുകളാണെങ്കിലും കേരളത്തിലെ പോലീസാണെങ്കിലും ഒന്നും നൻപനെ തൊടാതെ ഇപ്പോഴും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതെല്ലാം ഒരു നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു നൻപന്മാരെ കിട്ടുക എന്ന് പറയുന്നത് മുൻജന്മ സുഹൃതമാണ്. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കമൻറ്റിൽ കണ്ടതാണ്, ഇനി മുതൽ വെള്ളാപ്പള്ളി നടേശനില്ല, സഖാവ് വെള്ളാപ്പള്ളി നടേശനാണെന്നുള്ള ഒരു കമൻറ്റും കൂടി കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സഖാക്കളുടെ കൂടെ കൂട്ടി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഞാൻ പറയും ഇതേ സഖാവ് വെള്ളാപ്പള്ളി നടേശനാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കിയത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2016 BJPക്ക് കേരളത്തിൽ വളരാൻ വേണ്ടിയിട്ട് ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തത് വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് BJPക്ക് വളരാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈഴവ വോട്ടുകളെല്ലാം BJPയിലേക്ക് പോകുന്നത്? അടിസ്ഥാനപരമായിട്ട് CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഈഴവ വോട്ടുകളെല്ലാം ഒന്നായി ബൾക്കായി BJPക്കൊപ്പം പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒറ്റൊരാളായിരുന്നു. ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശൻ, മറുവശത്ത് തുഷാർ വെള്ളാപ്പള്ളി, അതായത് രണ്ട് പാർട്ടികളെയും ഒരു പാലമായിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ്. തെരഞ്ഞെടുപ്പിന് തന്നെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് BJP CPM ഡീലിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഈ ആക്ഷേപങ്ങളെല്ലാം ഏറെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു BJP CPM ഡീൽ ഉണ്ടെന്നുള്ളത് നമുക്കത് പറയാതിരിക്കേണ്ട ആവശ്യമില്ല, അത് പകൽ പോലെ വ്യക്തമാണത്. പകൽ പോലെ വ്യക്തമെന്ന് പറയുമ്പോഴും ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ വോട്ട് പാറ്റേണുകൾ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ സംശയപരമായിട്ട് പല കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുന്നത്? ഈ വോട്ട് പാറ്റേണുകൾ പോകുമ്പോഴാണ് എവിടേക്കാണ് ഈ വോട്ടുകൾ പോയത്, എങ്ങനെയാണ് ഇവിടെ ഡീലുകൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് ഡീല് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇനി എത്ര ഡീല് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന 2-3 പേരെ കാണും, അങ്ങനെ എല്ലാവരെയും ഒന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 2-3 പേര് കേൾക്കുമെന്ന് പറയുമ്പോഴും അവരുടെ ഇഷ്ടമാണ്, അവരാരും കാണാതെ കൊടുക്കുന്ന വോട്ടാണ്. ഒരിക്കലും പറയാൻ കഴിയില്ല അവർ ഞാൻ പറഞ്ഞ ആൾക്ക് തന്നെയാണ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ജനങ്ങളാണ് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത്. അവരുടെ ഒരു സ്വത്വബോധമുണ്ട്, ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടാണ് ഇനി മെയ് 4 പെട്ടി തുറക്കുമ്പോൾ കാണാൻ പോകുന്ന ഒരു ട്രെൻഡ്. അത് ആരുടെ പക്ഷത്തേക്കാണെങ്കിലും ആ ജനങ്ങൾ അവരുടെ സ്വബോധത്തിൽ നിന്നും കൊടുക്കുന്ന വോട്ട് തന്നെയാണ്. അപ്പോൾ ഇനി ഏത് നൻപൻ വിചാരിച്ചു കഴിഞ്ഞാലും, ഏത് നൻപനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞ് ഒരു സംഘർഷം രൂപപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗ് ഈ ഇത്തരത്തിലാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ചോദിക്കും, അത് കേരളത്തിൻ്റെ മതേതര സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ് എന്ന്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, CH മുഹമ്മദ് കോയ.
അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മോശപ്പെട്ട പാർട്ടിയൊന്നുമല്ല, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒന്നും കൊടുക്കാൻ കഴിയാത്ത അത്രയ്ക്ക് മോശമായിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. കഴിവുള്ള ആരാണോ അവർ അധികാരത്തിലേക്ക് വരണം. അങ്ങനെ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് സർക്കാർ വീട് വെച്ചു കൊടുക്കുന്നൊരു സാഹചര്യം, സർക്കാർ വീടെല്ലാം കൈമാറി. ഇപ്പോഴും അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ മുസ്ലിം ലീഗ് കൊടുത്ത വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ആളുകൾ താമസിച്ചു തുടങ്ങി. അതാണ് യഥാർത്ഥ ഭരണ സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്.